ശാന്തി. നമ്മൾ റിവൈസ് ചെയ്യാൻ പോകുന്ന അവ്യക്തവാണിയുടെ ഡേറ്റ് 18/1/2007 ബാബയുടെ മഹാവാക്യമാണ്, അബ് സ്വയം കോ മുക്ത് കർ മാസ്റ്റർ മുക്തിദാത ബൻ സബ്കോ മുക്തി ദിലാനെ കെ നിമിത്ത ബനോ. ഇപ്പോൾ സ്വയത്തെ മുക്തമാക്കി മാസ്റ്റർ മുക്തിദാതാവായി മാറി സർവർക്കും മുക്തി കൊടുക്കാൻ നിമിത്തമായി മാറൂ. आज स्नेह के सागर बाप दादा चारों ओर के स्नेही बच्चों को देख रहे हैं. ഇന്ന് സ്നേഹസാഗരനായ ബാബ്ദാദ 4 ഭാഗത്തിലെയും സ്നേഹികളായ മക്കളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 2 प्रकार के बच्चे देख देख हर्षित हो रहे हैं. 2 പ്രകാരത്തിലുള്ള മക്കളെ കണ്ടുകൊണ്ട് ബാബ ഹർഷിതനായിട്ട് മാറുന്നു. एक है लवलीन बच्चे और दूसरे है लवली बच्चे. ബാബ കണ്ട 2 ഗ്രൂപ്പിലെ ഒരു ഗ്രൂപ്പാണ് ബാബയുടെ സ്നേഹത്തിൽ ലയിച്ചിരിക്കുന്ന മക്കൾ, ലവ്ലീൻ കുട്ടികൾ. മറ്റൊരു ഗ്രൂപ്പാണ് ലവ്ലി കുട്ടികൾ. दोनों के स्नेह की लहरें बाबा के पास अमृत वेले के भी पहले से पहुंच रही है. ഈ 2 ഗ്രൂപ്പിലുള്ള മക്കളുടെയും സ്നേഹത്തിൻ്റെ അലകൾ അമൃതവേളയ്ക്ക് മുമ്പ് തന്നെ ബാബയുടെ അടുത്ത് എത്തിച്ചേരാൻ തുടങ്ങി. हर एक बच्चे के दिल से ऑटोमैटिक गीत बज रहा है मेरा बाबा. ഓരോ കുട്ടിയുടെയും ഹൃദയത്തിൽ നിന്നും ഓട്ടോമാറ്റിക്കായിട്ട് ആ ഗീതം പാടുന്നുണ്ടായിരുന്നു എൻ്റെ ബാബ. ബാബ് ദാദാക്കെ ദിൽ സേ ബി യഹി ഗീത് ബജത. ബാബ് ദാദയുടെ ഹൃദയത്തിൽ നിന്നും ഈ പാട്ട് പാടുന്നുണ്ടായിരുന്നു. മേരെ ബച്ചേ, എൻ്റെ കുട്ടികൾ, ലാഡ്ലെ ബച്ചേ, ഓമനകളായ കുട്ടികൾ, ബാബ് ദാദാ കെ ബി സിർതാജ് ബച്ചേ, ബാബ് ദാദയുടെ കിരീടമായ കുട്ടികൾ. ആജ് സ്മൃതി ദിവസ് കെ കാരണം സബ്കെ മൻ മേ സ്നേഹ കി ലഹർ സ്യാദാ ഹെ. ബാബ അവ്യക്തമായതിൻ്റെ സ്മൃതി ദിനമാണല്ലോ. ആ കാരണത്താൽ മക്കളുടെ മനസ്സിൽ സ്നേഹത്തിൻ്റെ തിരമാല, സ്നേഹത്തിൻ്റെ അലകൾ ബാബ കണ്ടു. अनेक बच्चों की स्नेह के मोतियों की मालाएं बाप दादा के गले में पिरो रही है. സ്നേഹത്തിൻ്റെ മുത്തുകൾ കൊണ്ടുണ്ടാക്കിയ മാലകൾ ബാബ്ദാദയുടെ കഴുത്തിൽ വന്ന് വീഴുന്നുണ്ടായിരുന്നു. ബാബി അപ്നെ സ്നേഹി ബാഹോ കി മാല ബച്ചോ കോ പഹന രഹേ ഹെ. കുട്ടികളെ ബാബ്ദാദയ്ക്ക് മാല അണിയിച്ചു കൊടുത്തപ്പോൾ ബാബ്ദാദ എന്ത് ചെയ്തു? തൻ്റെ 2 കരങ്ങൾക്കുള്ളിലും തൻ്റെ മക്കളെ തൻ്റെ അടുത്തേക്ക് ചേർത്തി നിർത്തി. ബേഹദ് കെ ബാബ് ദാദാ കി ബേഹദ് കി ബാഹോ മേ സമാ ഗയേ. പരുതിയില്ലാത്ത ബാബ് ദാദയുടെ പരുതിയില്ലാത്ത കരങ്ങൾക്കുള്ളിൽ മക്കളും ലയിച്ചിരുന്നു. ആജ് സബ് വിശേഷ സ്നേഹ കെ വിമാൻ മേ പഹുഞ്ച് ഗയേ. ഇന്ന് വിശേഷിച്ചും സ്നേഹത്തിൻ്റെ വിമാനത്തിൽ പറന്നിട്ടാണ് കുട്ടികൾ ബാബയുടെ അടുത്ത് എത്തിയിരിക്കുന്നത്. ദൂർ ദൂർ സേ ബി മൻ കെ വിമാൻ മേ അവ്യക്ത രൂപ് സേ ഫരിഷ്തോ കെ രൂപ് മേ ബി പഹുഞ്ച് ഗയേ. എത്രയോ ദൂര സ്ഥലങ്ങളിൽ നിന്നും മനസ്സാകുന്ന വിമാനത്തിൽ അവ്യക്ത രൂപത്തിൽ ഫരിഷ്തകളായിട്ട് മക്കൾ ബാബ്ദാദയുടെ അടുത്ത് എത്തിച്ചേർന്നു. സബി ബച്ചോ കോ ബാബ്ദാദ ആജ് സ്മൃതി ദിവസ് സോത് സമർത്ഥ ദിവസ് കി പദമാപദം യാദ് ദേ രഹേ ഹെ. ഇന്ന് വിശേഷിച്ചും ബാബ്ദാദ സ്മൃതി ദിവസവുമാണ്, അതോടൊപ്പം സമർത്ഥ ദിവസം, ശക്തിശാലി ദിനമാണ്. കോടി മടങ്ങ് മക്കൾക്ക് ബാബ ഓർമ്മ സമർപ്പിക്കുകയാണ്. യേ ദിവസ് കിത്നി സ്മൃതിയാ ദിലാത്ത ഹെ. ബാബ അവ്യക്തമായ ദിനം. ബാബ പറയുക, കുട്ടികളെ എത്ര സ്മൃതികളാണ് ഈ ദിനത്തിൽ നമ്മുടെ മനസ്സിൽ ഉണരുന്നത്. ഹർ സ്മൃതി സെക്കൻഡ് മേ സമർത്ഥ ബനാ ദേത്തി. ജാനുവരി 18 നമ്മളുടെ ഉള്ളിൽ ബാബയെ പ്രതി, ബാബയുടെ യജ്ഞത്തെ പ്രതി ഏതെല്ലാം സങ്കല്പങ്ങളാണ് ഓരോ സെക്കൻഡിലും ഉണരുന്നത്, ആ ഓരോ സങ്കല്പത്തിനും നമ്മളെ സെക്കൻഡ് കൊണ്ട് ശക്തിശാലിയാക്കി മാറ്റാൻ സാധിക്കും എന്ന് പറയാണ്. സ്മൃതിയോ കി ലിസ്റ്റ് സെക്കൻഡ് മേ സ്മൃതി മേ ആ ജാത്തി ഹെ. എന്തെല്ലാം സ്മൃതികളാണ് ബാബ ഓർമ്മിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ബാബ പറയാ, ഈ ദിവസം സെക്കൻഡിൽ അത് സ്മൃതിയിലേക്ക് ഉണരുന്നതായിട്ട് കാണാം. സ്മൃതി സാമനെ ആത്തെ സമർത്ഥ കാ നശ ചട് ജാത്ത ഹെ. ആ സ്മൃതി എപ്പോഴാണോ ഉണരുന്നത് ആ സമയത്ത് നമ്മളിൽ ശക്തിയും ഉണരുന്നുണ്ട്. പെഹലി പെഹലി സ്മൃതി
യാദ് ഹെ ന? ആദ്യത്തെ സ്മൃതി ഓർമ്മയല്ലേ? ജബ് ബാപ് കെ ബനെ തോ ബാപ്നെ ക്യാ സ്മൃതി ദിലായി? നമ്മൾ കുട്ടികൾ ബാബയുടേതായിട്ട് മാറിയപ്പോൾ ബാബ ഏത് സ്മൃതിയാണ് ഉണർത്തി തന്നത്? ആപ് കൽപ്പ് പെഹലെ വാലി ഭാഗ്യവാൻ ആത്മാഹോ. നോട്ട് ചെയ്തോളൂ. ബാബ പറയുന്നത്, ബാബ നമ്മളെ ഓർമ്മിപ്പിച്ചത് കൽപ്പം മുമ്പത്തെ അതേ ഭാഗ്യവാനായ ആത്മാവാണ് നിങ്ങൾ. യാദ് കരോ ഇസ് പെഹലി സ്മൃതി സെ ക്യാ പരിവർത്തന ഗയ. സ്വപരിശോധന നടത്തി നോക്കൂ. ഈ ടൈറ്റിൽ ബാബ നമുക്ക് നൽകിയ സമയത്ത് എന്ത് പരിവർത്തനമാണ് ഉണ്ടായത്? ആത്മാഭിമാനി ബന്നെ സെ പരമാത്മാ ബാപ് കെ സ്നേഹ കാ നശ ചढ़ गया. ആത്മാഭിമാനിയായി മാറുന്നതിലൂടെ പരമാത്മാവാകുന്ന ബാബയുടെ സ്നേഹത്തിൻ്റെ ലഹരിയാണ് നമ്മളിൽ ഉണരുന്നത്. ക്യൂ നശ ചട? ബാബ ചോദിക്കുക കുട്ടികളെ, എന്തുകൊണ്ടാണ് ലഹരി ഉണർന്നത്, വർദ്ധിച്ചത്? ദിൽ സെ പെഹല സ്നേഹ കാ ശബ്ദ കൗൺ സാ നിക്കല. നിങ്ങളുടെ ഉള്ളിൽ നിന്നും സ്നേഹത്തിൻ്റെ ഏതൊരു ശബ്ദമാണ് ആദ്യം പുറപ്പെട്ടത്? ഏതായിരിക്കും നമ്മളുടെ ഉള്ളിൽ നിന്ന് വന്ന സ്നേഹത്തിൻ്റെ ആദ്യത്തെ ശബ്ദം? മേരാ മീഠാ ബാബ. ബാബ പറയോ കുട്ടികളെ, എൻ്റെ മധുരമായ ബാബ എന്ന ശബ്ദമാണ് നിങ്ങളിൽ നിന്നും വന്നത്. ഓർ ഇസ് ഏക് ഗോൾഡൻ ശബ്ദ നികൽനെ സെ നശ ക്യാ ചട? ഈ ഒരു ശബ്ദം നമ്മളിൽ നിന്നും ഗോൾഡൻ ആയിട്ടുള്ള ശബ്ദം വന്നപ്പോൾ എന്ത് ലഹരിയാണ് വർദ്ധിച്ചത്? സാരി പരമാത്മാ പ്രാപ്തിയ മേരാ ബാബ കഹനെ സെ ജാനനെ സെ മാനനെ സെ ആപ്കി അപ്നി പ്രാപ്തി ഹോ ഗയി. പരമാത്മാവിൽ എന്തെല്ലാം പ്രാപ്തികളുണ്ടോ, എൻ്റെ ബാബ എന്ന് വിളിച്ചതിലൂടെ, ബാബയെ അറിഞ്ഞതിലൂടെ, ബാബയെ അംഗീകരിച്ചതിലൂടെ പരമാത്മാ പ്രാപ്തികളാൽ നമ്മൾ സമ്പന്നരായിട്ട് മാറുകയായിരുന്നു. ബാബ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അനുഭവമുണ്ടോ? എൻ്റെ ബാബ എന്ന് വിളിച്ചതിലൂടെ തന്നെ എത്ര പ്രാപ്തികളാണ് സ്വന്തമായിട്ട് മാറിയത്? ജഹാ പ്രാപ്തിയ ഹോത്തി ഹെ വഹാ യാദ് കർണി നഹി പടുത്തി. എവിടെയാണോ പ്രാപ്തികളുള്ളത് അവിടെ ഒരിക്കലും നമുക്ക് ഇരുന്ന് കഷ്ടപ്പെട്ട് ഓർമ്മിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. സ്വതവേ ഹി ആത്തി. എവിടെ നിന്നാണോ നമുക്ക് ബെനിഫിറ്റ് ഉള്ളത്, ആരിൽ നിന്നാണോ നമുക്ക് പ്രാപ്തിയുള്ളത്, അവരുടെ ഓർമ്മ നാച്ചുറലായിട്ട് വരും. പറയാ ബാബ, സ്വതവേ വരും, സഹജമായിട്ട് വരും. ക്യോക്കി മേരാ ഹോ ഗയി. കാരണം ആ പ്രാപ്തിയും എൻ്റേതായിട്ട് മാറി. ഇനി ആരിലൂടെ പ്രാപ്തമായോ അവരും എൻ്റേതാണ്. ബാപ് കാ ഖസാന മേരാ ഖസാന ഹോ ഗയ. പരമാത്മാ പ്രാപ്തി, ബാബയുടെ ഖജനാവ് എൻ്റെ ഖജനാവായിട്ട് മാറി. മേരാപ്പൻ യാദ് കിയാ നഹി ജാത്ത യാദ് രഹത്ത. എന്താണോ എൻ്റേത്, ബാബ പറയുക കുട്ടികളെ, എൻ്റേതിനെ ഓർമ്മിക്കേണ്ട ആവശ്യമില്ല, അത് മാത്രമേ നമുക്ക് ഓർമ്മ ഉണ്ടാകുള്ളൂ. ജैसे അനുഭവ ഹേ മേരാ ശരീർ തോ ബോൽത്താ ഹേ. എൻ്റെ ശരീരം, എൻ്റെ എന്നല്ല ശരീരത്തെ പറയാറുള്ളത്. ബാബ ചോദിക്കുക, നിങ്ങൾ ശരീരത്തെ മറക്കാറുണ്ടോ? ഇതിനെ കഴിപ്പിക്കാനും ഇതിനെ റെസ്റ്റ് കൊടുക്കാനും ബാബ പറയാ മറക്കാറുണ്ടോ? ബുലാന പടുത്താ ഹേ ക്യോ? മറക്കേണ്ടി വരാറുണ്ടോ ശരീരം ചോദിക്കുക ബാബ. എന്തുകൊണ്ട്? മേരാ ഹേ. മറക്കാറില്ല, കാരണം എൻ്റെ ശരീരമാണ്. तो जहाँ मेरापन आता है वहाँ സഹജ് യാദ് ഹോ ജാത്തി ഹെ. അതുകൊണ്ട് എവിടെയാണ് നമ്മൾ എൻ്റേത്, ആ എൻ്റെ എന്ന ഭാവം വരുന്നത്, അവിടെ ഓർമ്മ സഹജമായിരിക്കും. തോ സ്മൃതിനെ സമർത്ഥാത്മാ ബനാ ദിയ. അതുകൊണ്ട് സ്മൃതി എന്ത് ചെയ്തു? നമ്മളെ ശക്തിശാലി ആത്മാക്കളാക്കി മാറ്റി. ഏക് ശബ്ദ മേരാ ബാബാനെ. ആ ഒരേ ഒരു ശബ്ദം, ആ ശബ്ദം എന്തായിരുന്നു? എൻ്റെ ബാബ. ഭാഗ്യവിദാത അഗുട്ട് ഖജാനെ കെ ദാതാക്കോ മേരാ ബനാ ദിയ. ഭാഗ്യവിദാതാവും അളവറ്റ ഖജനാക്കളുടെ ദാതാവായ ബാബ എന്നെ തൻ്റേതാക്കി മാറ്റി. ऐसे കമാൽ കർണേ വാലെ ബച്ചേ ഹോന. നമ്മൾ എന്ത് ചെയ്തു? അളവറ്റ ഖജനാവുകളുടെ അധികാരിയായ ബാബയുടെ കുട്ടിയാകുകയും ചെയ്തു. ആ ബാബയെ നമ്മൾ സ്വന്തമാക്കി മാറ്റി. ബാബ പറയാം, അങ്ങനെയുള്ള വണ്ടർ കാണിച്ച മക്കളല്ലേ നിങ്ങൾ? പരമാത്മാ പാലനയുടെ അധികാരികളായിട്ട് മാറിയില്ലേ? പരമാത്മാ പാലന ഈ മുഴുവൻ കൽപ്പത്തിലും 5000 വർഷം കറങ്ങുന്ന ഈ ചക്രത്തിൽ ബാബ പറയോ ഒരു പ്രാവശ്യം മാത്രമേ പ്രാപ്തമാകുള്ളൂ. ആത്മായെ ഓർ ദേവാത്മാവോ കി പാലന തോ മിൽത്തി ഹെ. സത്യത്രേതാ യുഗങ്ങളിൽ നോക്കൂ,
ദൈവിക ഗുണങ്ങളുള്ള മാതാപിതാക്കളും ബന്ധുമിത്രാദികളും, അപ്പം അവരിൽ നിന്നും പാലന കിട്ടിയിട്ടുണ്ട്. പിന്നെ ദ്വാപര കലിയുഗം നോക്കിയാലും ജീവാത്മാക്കളിലൂടെ തന്നെയാണ് പാലന കിട്ടിയിരിക്കുന്നത്. ലേക്കിൻ പരമാത്മാ പാലന സിർഫ് ഏക് ജന്മ കെ ലിയെ മിൽത്തി ഹൈ. പക്ഷെ മുഴുവൻ കൽപ്പത്തിലും വെച്ച് സംഗമയുഗത്തിൽ മാത്രമേ പരമാത്മാവിലൂടെ നമുക്ക് പാലന പ്രാപ്തമാകുള്ളൂ, ഒരിക്കൽ മാത്രം. तो आज के स्मृति सो समर्ति दिवस पर परमात्मा पालना का नशा और खुशी सहज याद रही है ना. അതിനാൽ ഇന്നത്തെ സ്മൃതി അതോടൊപ്പം ശക്തിശാലിയായ ദിവസത്തിൽ പരമാത്മാ പാലനയുടെ ലഹരിയും സന്തോഷവും സഹജമായി ഓർമ്മയിൽ വരുന്നില്ലേ? ക്യോക്കി ആജ് കാ വായുമണ്ഡൽ സഹജ് യാദ് കാ ഥാ. കാരണം ജനുവരി 18 അർത്ഥം ആ ദിവസത്തിൻ്റെ വായുമണ്ഡലം സഹജമായ ഓർമ്മയിലേക്ക് നമ്മളെ നയിക്കുന്നതിൻ്റേതാണ്. ആജ് കെ ദിൻ സഹജ യോഗി രഹേ കി ആജ് കെ ദിൻ ബി യാദ് കെ ലിയെ യുദ്ധ കർണി പടി. ബാബ ചോദിക്കുക, മക്കളെ, ജനുവരി 18 സ്മൃതി ദിവസം, സമർത്തി ദിവസം, ഈ ദിവസത്തിൽ നിങ്ങൾക്ക് സഹജയോഗിയായിട്ടിരിക്കാൻ സാധിച്ചോ? അതോ ബാബയുടെ ഓർമ്മയിലിരിക്കാൻ ഈ ദിവസവും നിങ്ങൾക്ക് യുദ്ധം ചെയ്യേണ്ടി വന്നു? ക്യോക്കി ആജ് കാ ദിൻ സ്നേഹ കാ ദിൻ കഹേങ്കെ ന. ജനുവരി 18 മറ്റൊരു പേരാണ് സ്നേഹത്തിൻ്റെ ദിനം. തോ സ്നേഹ മെഹനത്ത് കോ മീഠാ ദേത്താ ഹെ. അതുകൊണ്ട് നമുക്ക് ബാബയോട് സ്നേഹമുണ്ട്. ആ സ്നേഹം കൊണ്ട് പരിശ്രമമുള്ള ഏത് കാര്യവും സഹജമായിട്ട് മാറും. സ്നേഹ സബ് ബാത്തെ സഹജ കർ ദേത്താ. ബാബ പറയുന്നു, എവിടെയാണോ സ്നേഹമുള്ളത് അവിടെ പരിശ്രമമുള്ള ഏത് കാര്യവും ഈസി ആയിട്ട് മാറും. तो सभी आज के दिन വിശേഷ് സഹജ് യോഗി രഹേ യാ മുഷ്കിലായി. അതുകൊണ്ട് നിങ്ങൾ കുട്ടികൾ ബാബ്ദാദയ്ക്ക് ഉത്തരം തരൂ. ഇന്നത്തെ ദിവസം വിശേഷിച്ചും സഹജയോഗിയായിട്ടിരിക്കാൻ പറ്റിയോ അതോ ഓർമ്മയിലിരിക്കാൻ നിങ്ങൾക്ക് പരിശ്രമം തോന്നിയോ? ജിസ്കോ ആജ് കെ ദിൻ മുഷ്കിലായി ഹോ വോ ഹാത്ത് ഉഠാओ. സ്മൃതി ദിവസത്തിൽ പോലും ബാബയുടെ ഓർമ്മയിലിരിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള മക്കളൊന്ന് കൈയുയർത്തു. കിസ്കോ ബി നഹിയായി. ആരും കൈയുയർത്തിയില്ല. അപ്പോൾ ബാബ ചോദിക്കുക, ആർക്കും ബുദ്ധിമുട്ട് തോന്നിയില്ല? സബ് സഹജയോഗി രഹേ. എല്ലാ മക്കളും സഹജയോഗികളായിരുന്നു എന്ന്. അച്ഛാ, ജോ സഹജയോഗി രഹേ വോ ഹാത്ത് ഉഠാओ. ബാബ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ആരെല്ലാം സഹജയോഗികളായിരുന്നു അവരൊന്ന് കൈയുയർത്തു. സബീനെ ഉഠായ. ബാബ പറയും, എല്ലാ കുട്ടികളും കൈയുയർത്തി. അച്ഛാ സഹജയോഗി രഹേ. ബാബ പറയാ, മക്കളെ, നല്ലത്, സഹജയോഗിയായിരുന്നു. ആജ് മായാക്കു ചുട്ടി ദേ ദേത്തി. ഇന്നത്തെ ദിവസം മായയ്ക്ക് ലീവ് ലെറ്റർ കൊടുത്തിരുന്നു നിങ്ങൾ? ആജ് മായ നഹിയായി. ഇന്ന് മായ നിങ്ങളുടെ അടുത്ത് വന്നില്ല. ആജ് മായാക്കോ വിദായി ദേ ദി. ഇന്നത്തെ ദിവസം മായയ്ക്ക് യാത്രയയപ്പ് കൊടുത്തു നിങ്ങൾ? അച്ഛാ, ആജ് തോ വിദായി ദേ ദി, ഉസ്കി മുബാരക് ഹോ. ഇന്നത്തെ ദിവസമെങ്കിലും സമ്പൂർണമായും മായയ്ക്ക് നിങ്ങൾ യാത്രയയപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ബാബ്ദാദ ആശംസ സമർപ്പിക്കുന്നു. अगर ऐसे ही स्नेह में समाये रहो तो माया को तो विदाई सदा के लिए हो जाएगी. ബാബ പറയുന്നു, മക്കളെ, ജനുവരി 18 ആ ദിവസം എത്രത്തോളം ബാബയുടെ ഓർമ്മയിലും സ്നേഹത്തിലും നിങ്ങൾ കുട്ടികൾ മുഴുകിയിരുന്ന് മായയ്ക്ക് ഗുഡ് ബൈ കൊടുത്തുവോ അതേപോലെ എല്ലാ ദിവസവും ലവ്ലീനായിരുന്നാൽ എന്നേക്കുമായി മായയ്ക്ക് യാത്രയയപ്പ് കൊടുക്കാൻ പറ്റുമല്ലോ. क्योंकि अभी इतने साल पूरे हुए तो बाप दादा इस वर्ष को न्यारा वर्ष, सर्व का प्यारा वर्ष, मेहनत से मुक्त वर्ष, समस्या से मुक्त वर्ष मनाने चाहते. ബാബയുടെ 2007 ഈ മുരളി നടക്കുമ്പോൾ ബാബ പറയാ, ബാബയുടെ യജ്ഞം 70 വർഷം പൂർത്തിയായി. ബാബ്ദാദ ഈ വർഷത്തിന് ടൈറ്റിൽ തരുന്നു, വേറിട്ടിരിക്കുന്ന വർഷം, ഡിഫറെൻ്റ് ആയിട്ടുള്ള വർഷം, സർവർക്കും പ്രിയപ്പെട്ട വർഷം, പരിശ്രമത്തിൽ നിന്ന് മുക്തമാകാനുള്ള വർഷം, സമസ്യകളിൽ നിന്ന് മുക്തമായ വർഷം. ഇങ്ങനെ വേണം ഈ വർഷത്തെ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാൻ. ആപ് സബീകോ പസന്ത് ഹേ, പസന്ത് ഹേ. ബാബ എങ്ങനെയാണോ ഈ വർഷത്തെ സെലിബ്രേറ്റ് ചെയ്യാൻ പറഞ്ഞത്, ബാബ ചോദിക്കുന്നു, മക്കളെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ബാബ തന്ന ടൈറ്റിൽ? മുക്തി വർഷം ആഘോഷിക്കുമോ? ക്യോക്കി മുക്തിധാം മേ ജാനാ ഹേ.
മുക്തി ആഘോഷിക്കൂ പറയാ ബാബ. കാരണം മുക്തിയുടെ ധാമത്തിലേക്ക് തിരിച്ചു പോകാറായി. अनेक दुखी अशांत आत्माओं को मुक्तिदाता बाप से साथी बन मुक्ति दिलाना. ദുഃഖിതരും അശാന്തരുമായ ആത്മാക്കൾക്ക് മുക്തിദാതാവായ ബാബയോടൊപ്പം സഹായികളായി മാറിക്കൊണ്ട് മുക്തി കൊടുക്കാനുള്ള സമയമാണിത്. तो मास्टर मुक्तिदाता जब स्वयं मुक्त बनेंगे तब तो मुक्ति वर्ष मनाएंगे. മാസ്റ്റർ മുക്തിദാതാവായി മാറി സ്വയം സർവബന്ധനങ്ങളിൽ നിന്നും മുക്തരായാലേ അനേകർക്ക് മുക്തി കൊടുക്കാൻ പറ്റുള്ളൂ. तो मास्टर मुक्तिदाता जब स्वयं मुक्त बनेंगे तो मुक्ति वर्ष मनाएंगे. മാസ്റ്റർ മുക്തിദാതാവായ നമ്മൾ സ്വയം മുക്തമായിട്ട് മാറിയാലേ നമുക്ക് മുക്തി വർഷം സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. क्योंकि आप ब्राह्मण आत्माएं സ്വയം മുക്ത ബൻ അനേകോം കോ മുക്തി ദിലാനെ കെ നിമിത്ത ഹെ. എന്തുകൊണ്ടെന്നാൽ താങ്കൾ ബ്രാഹ്മണ ആത്മാക്കൾ സ്വയം മുക്തമായി മാറി അനേകർക്ക് മുക്തി കൊടുക്കാൻ നിമിത്തമാണ്. ഏക് ഭാഷ ജോ മുക്തി ദിലാനെ കെ ബജായ് ബന്ധൻ മേ ബാന്ധതി ഹെ. പക്ഷേ ഒരു ഭാഷയുണ്ട്, അത് മുക്തി പ്രദാനം ചെയ്യുന്നതിന് പകരം ബന്ധനത്തിൽ പോയി കൊടുക്കാൻ കാരണമായിട്ട് മാറാറുണ്ട്. സമസ്യ കെ അധീന ബനാത്തി ഹെ. പരിഹാര സ്വരൂപരായിട്ട് മാറുന്നതിന് പകരം വീണ്ടും സമസ്യയുടെ സ്വരൂപമായിട്ട് മാറാൻ കാരണമായ ഒരു ഭാഷയുണ്ട് പറയാണ് ബാബ. ആ ഭാഷ ഇതാണ്, വോ ഹേ ഏസ നഹി വൈസ, വൈസ നഹി ഏസ. ബാബ ഇത് അങ്ങനെയല്ല ഇങ്ങനെയാണ്, ഇത് ഇങ്ങനെയല്ല അങ്ങനെയാണ്. ജബ് സമസ്യ ആത്തി ഹെ തോ യഹി കേത്തെ ഹെ ബാബ ഏസ നഹി താ വൈസ താ ന. ഏതെങ്കിലും സമസ്യ വരുന്ന സമയത്ത് ബാബയുടെ അടുത്തും പോയിട്ട് പറയൂ ഇത്രേ, ബാബ ഇതിങ്ങനെയല്ല ആകേണ്ടിയിരുന്നത്, അത് അങ്ങനെ ആകാമായിരുന്നു. ഏസ നഹി ഹോത്ത ഏസ ഹോത്താന. ഇങ്ങനെ സംഭവിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ ആകുമായിരുന്നില്ലേ. യേ ഹെ ബഹാനെ ബാജി കർണേ കാ ഖേൽ. ബാബ പറയുന്നു, മക്കളെ ഇതാണ് എക്സ്ക്യൂസ്, ഒഴിവ് കഴിവ് പറയുന്നതിൻ്റെ കളി. ബാബ് ദാദാ ने सबका फाइल देखा तो फाइल में क्या देखा. ബാബ തൻ്റെ മക്കളുടെ ഫയൽ നോക്കി. ആ ഫയലിൽ ബാബ എന്ത് കണ്ടു? മെജോറിറ്റി കാ ഫയൽ പ്രതിജ്ഞ करने के पेपर से भरा हुआ है. മെജോറിറ്റി മക്കളുടെ ഫയലും പ്രതിജ്ഞ ചെയ്തിരിക്കുന്ന പേപ്പറുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് കണ്ടു. പ്രതിജ്ഞ करने के टाइम बहुत दिल से करते हैं. ബാബയ്ക്ക് പ്രോമിസ് ചെയ്യുന്ന സമയത്ത്, വാഗ്ദാനം കൊടുക്കുന്ന സമയത്ത് ഹൃദയത്തിൽ നിന്നാണ് കൊടുക്കുന്നത്. സോച്ച്തേ ബി ഹെ, ചിന്തിക്കുന്നുണ്ട് ബാബയ്ക്ക് കൊടുക്കുന്ന പ്രതിജ്ഞയെക്കുറിച്ച്. ലേക്കിൻ അഭി തക് ദേഖാ कि फाइल बड़ा होता जाता है लेकिन फाइनल नहीं हुआ. ചിന്തിച്ചിട്ട് തന്നെ പ്രോമിസ് ചെയ്യുന്നത് ബാബയുടെ അടുത്ത്, ഉള്ളുകൊണ്ട് തന്നെയാണ് ബാബയുടെ അടുത്ത് പ്രോമിസ് ചെയ്യുന്നത്. പക്ഷെ ബാബയ്ക്ക് കാണാൻ കഴിയുന്ന കാഴ്ച ഇതാണ്, ആ ഫയലിലെ പ്രതിജ്ഞയുടെ പേപ്പേഴ്സ് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേ ഫൈനൽ ബാബയ്ക്ക് കൊടുത്ത പ്രതിജ്ഞകളെ പൂർത്തീകരിച്ചിട്ടുള്ള റിസൾട്ട് നോക്കുമ്പോൾ അത് കാണാനില്ല. ദൃഢ പ്രതിജ്ഞ के लिए कहा हुआ है जान चली जाए लेकिन प्रतिज्ञ न जाए. ദൃഢപ്രതിജ്ഞയെക്കുറിച്ച് എപ്പോഴും പറയാറുള്ളത് ഇതാണ്, പ്രാണൻ പോയാലും കൊടുത്ത വാക്കൊരിക്കലും തെറ്റിക്കരുത്. तो बाप दादा ने आज सबके फाइल देखे. ബാബ് ദാദ ഇന്ന് എല്ലാ കുട്ടികളുടെ ഫയലും നോക്കി. बहुत പ്രതിജ്ഞയെ അച്ചി അച്ചി കീ ഹെ. മക്കൾ നല്ല നല്ല പ്രതിജ്ഞകൾ, ധാരാളം പ്രതിജ്ഞകൾ ബാബ്ദാദയുടെ അടുത്ത് സമർപ്പിച്ചു. മൻസേ ബി കീ ഹെ ഓർ ലിക്കർ കെ ബി കീ ഹെ. മനസ്സുകൊണ്ടും പ്രോമിസ് ചെയ്തിട്ടുണ്ട്, ഇനി കത്തുകളുടെ രൂപത്തിലും എഴുതിയിട്ടും ബാബയുടെ അടുത്ത് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. തോ ഇസ് വർഷ ക്യാ കരേംഗെ. ബാബ ചോദിക്കുന്നു, ഈ വർഷം നിങ്ങൾ എന്തു ചെയ്യും? ഫയൽ കോ ബഡായെങ്കെ യാ പ്രതിജ്ഞ കോ ഫൈനൽ കരേംഗെ. ഇനിയും പ്രതിജ്ഞയുടെ ഫയലിൽ പേപ്പേഴ്സ് കൂട്ടുമോ, അതോ ബാബയ്ക്ക് കൊടുത്ത പ്രതിജ്ഞകളെ പൂർത്തീകരിച്ച് ബാബ പറയുക ഫൈനലിലേക്ക് നിങ്ങൾ വരൂ, ക്യാ കരേംഗെ, എന്ത് ചെയ്യും? പെഹലി ലൈൻ വാലെ ബത്താവോ. മധുബനിൽ ഫസ്റ്റ് ലൈനിൽ ദാദിമാരും മഹാരഥികളല്ല ഇരിക്കുന്നത്. ബാബ പറയുക ആദ്യ ലൈനിലുള്ളവർ പറയൂ, പാണ്ഡവർ പറയൂ, ടീച്ചേഴ്സ് പറയൂ. इस वर्ष जो बाप दादा के पास फाइल बड़ा होता जाता है उसको फाइनल करेंगे. ബാബ്ദാദയുടെ അടുത്ത് ഓൾറെഡി
വലിയ വലിയ ഫയൽസ് വന്നിട്ടുണ്ട്. ബാബ ചോദിക്കുന്നു, മക്കളെ ഇതിനൊക്കെ ഒരു ഫൈനൽ ആൻസറിലേക്ക് നിങ്ങൾ എത്തിക്കൂ, നല്ലൊരു റിസൾട്ട് ബാബയ്ക്ക് കാണിച്ചു കൊടുക്കുമോ? ക്യാ കരേംഗെ, എന്ത് ചെയ്യും? പാണ്ഡവർ പറയൂ, ഫൈനൽ ചെയ്യുമോ? जो समझते हैं चुकना पड़े, बदलना पड़े, सहन करना भी पड़े, सुनना भी पड़े, लेकिन बदलना ही है, वो हाथ उठाओ. ബാബ പറയുക, കുട്ടികളെ, ബാബയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ ചിലപ്പോൾ തല കുനിക്കേണ്ടി വരും, ചിലപ്പോൾ പരിവർത്തനപ്പെടേണ്ടി വരും, ചിലപ്പോൾ സഹിക്കേണ്ടതായിട്ട് വരും, ചിലപ്പോൾ പലതും കേൾക്കേണ്ടതായിട്ട് വരും. പക്ഷെ ബാബ പറയുക, എന്തു തന്നെ ആയാലും എനിക്ക് പരിവർത്തനപ്പെടുക തന്നെ വേണം, ബാബയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കണം, ഫൈനൽ റിസൾട്ട് ബാബയ്ക്ക് കൊടുക്കണം. അങ്ങനെ തോന്നുന്ന മക്കൾ കൈ ഉയർത്തു പറയാണ് ബാബ. ദേക്കോ ടി വി മേ സബ്കാ ഫോട്ടോ നിക്കാലോ. ബാബ പറയാ, ടി വിയിൽ വേഗം ഇവരുടെയൊക്കെ ഫോട്ടോ എടുക്കൂ. सभी का फोटो निकालना, 2, 3, 4 टीवी है ना, सब तरफ के टीवी निकालो. ബാബ പറയുക, കുട്ടികളെ, ഹാളിൽ 3, 4 ടി വി ഒക്കെ ഉണ്ടല്ലോ, അപ്പം എല്ലാത്തിലും വേഗം എല്ലാ മക്കളുടെയും ഫോട്ടോ എടുക്കും. ഇത് റെക്കോർഡ് ചെയ്ത് വെക്കണം, ബാബയ്ക്ക് ഈ ഫോട്ടോ വേണം. കഹാ ഹേ ടി വി വാലേ, ബാബ ചോദിക്കുക, വീഡിയോ എടുക്കുന്ന ടീം എവിടെ ചോദിക്കുകയാണ്. ബാബ് ദാദാ ബി ഫയൽ കാ ഫായദ തോ ഉഠാവേ. ബാബ്ദാദ പറയുക, നിങ്ങൾ കുട്ടികളെ പ്രോമിസ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പം അതിൻ്റെ പ്രയോജനം ഞാൻ എടുക്കട്ടെ നിങ്ങളെ കൊണ്ട്. മുബാരക് ഹോ, മുബാരക് ഹോ, അപ്നെ ആപ്കെ ലിയെ താലി ബജാओ. നിങ്ങൾ കുട്ടികൾക്ക് ആശംസകൾ, ആശംസകൾ ബാബ്ദാദ നേരുന്നു, നിങ്ങൾ സ്വയത്തിന് വേണ്ടി കൈയടിച്ചോളൂ പറയാണ്. देखो जैसे एक तरफ साइंस, दूसरे तरफ भ्रष्टाचारी, तीसरे तरफ पापाचारी, सब अपने अपने कार्यों में वृद्धि करते जाते हैं. നിങ്ങൾ കുട്ടികളെ കാണുന്നുണ്ട്, ഒരു സൈഡിൽ സയൻസ് ആൻഡ് ടെക്നോളജി വളരെയധികം ഡെവലപ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നു, പിന്നൊരു ഭാഗത്ത് നോക്കിയാൽ ഭ്രഷ്ടാചാരം അതിൻ്റെ അതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, പിന്നൊരു ഭാഗത്ത് നോക്കിയാൽ ധാരാളം പാപകർമ്മങ്ങൾ മനുഷ്യർ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം മനുഷ്യൻ ചെയ്ത് അഭിവൃദ്ധി, പാപത്തിൻ്റെയും ഭ്രഷ്ടാചാരത്തിൻ്റെയും അഭിവൃദ്ധിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബഹുത് നയ പ്ലാൻസ് ബനാത്തെ, നാശത്തിന് വേണ്ടി പുതിയ പുതിയ പദ്ധതികളാണ് അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. തോ ആപ് തോ വേൾഡ് ക്രിയേറ്റർ കെ ബച്ചേ ഹോ, നിങ്ങൾ വിശ്വത്തെ പുതിയതാക്കുന്ന, നവനിർമ്മാണം ചെയ്യുന്ന, പുതിയ ലോകത്തിൻ്റെ സ്ഥാപന ചെയ്യുന്ന അച്ഛൻ്റെ മക്കളാണ്. तो आप इस वर्ष ऐसी नवीनता के साधन अपनाओ जो പ്രതിജ്ഞ ദൃഢ ഹോ ജായേ. അതുകൊണ്ട് നിങ്ങൾ കുട്ടികൾ ഈ വർഷം പുതുമയുടെ അങ്ങനെയുള്ള സാധനത്തെ തൻ്റേതാക്കി മാറ്റൂ, തൻ്റെ പ്രതിജ്ഞയെ ദൃഢത നിറഞ്ഞതാക്കി മാറ്റൂ. ക്യോക്കി സബി പ്രത്യക്ഷത ചാഹത്തെ ഹേ, എല്ലാവരും പ്രത്യക്ഷത കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. കിത്തന ഖർച്ച് കർത്തെ, ജഗ ജഗ പർ ബഡേ പ്രോഗ്രാം കർത്തെ. നിങ്ങൾ കുട്ടികൾ എത്രയേ ചെലവ് ചെയ്യുന്നത്, എത്ര വലിയ വലിയ പ്രോഗ്രാംസ് ആണ് നടത്തുന്നത്. ഓരോ വിങ്ങുകാരും വളരെയധികം പരിശ്രമം ചെയ്യുന്നുണ്ട്. അതിനാൽ ഈ വർഷം ഈ ഒരു എഡിഷൻ ഇതുകൂടി കൂട്ടിച്ചേർക്കൂ. ജോബി സേവ കരോ, നിങ്ങൾ കുട്ടികൾ ഏത് സേവനം ചെയ്യുന്നു, അത് മുഖത്തിൻ്റെ സേവനമായിക്കോട്ടെ, ആ സമയത്ത് കേവലം മുഖം കൊണ്ടുള്ള സേവനം മാത്രം ചെയ്താൽ പോരാ. मनसा, वाचा और स्नेह सहयोगी रूप कर्म एक ही समय में 3 സേവായെ ഇക്കട്ടി ഹോ. മനസ്സ സേവനവും നടക്കണം, വാച സേവനവും നടക്കണം, മറ്റൊന്ന് സ്നേഹികളായി മാറി, സഹയോഗികളായി മാറി, കർമ്മത്തിലൂടെയും, മനസ്സ വാച കർമ്മണ, 3 രൂപത്തിലൂടെയുമുള്ള സേവനങ്ങൾ ഒരുമിച്ച് ചെയ്യും. അലഗ് നെഹി ഹോ, വേറെ വേറെ ചെയ്യരുത്. एक सेवा में देखा जाता है कि जो बाप दादा रिजल्ट देखने चाहते हैं वो नहीं होती है. ബാബ്ദാദ മക്കളിലൂടെ എങ്ങനെയുള്ള സേവനമാണോ കാണാൻ ആഗ്രഹിക്കുന്നത് അതുപോലുള്ള സേവനത്തിൻ്റെ റിസൾട്ടൊന്നും കാണപ്പെടുന്നില്ല. ജോ ആപ് ബി ചഹത്തെ ഹോ കി പ്രത്യക്ഷത ഹോ ജായേ, മക്കളും ആഗ്രഹിക്കുന്നുണ്ട് ബാബയുടെ പ്രത്യക്ഷത നടക്കണമെന്ന്. അബി തക്ക് पहले से ये रिजल्ट बहुत अच्छी है, सब अच्छा अच्छा बहुत अच्छा कहते जाते हैं. ഇതുവരയ്ക്കുമുള്ള റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ
നല്ലത് നല്ലത് വളരെ നല്ലത് എന്നതേ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ. ലേക്കിൻ അച്ഛാ ബന്ന അർത്ഥാത് പ്രത്യക്ഷത ഹോന. ടൈറ്റിൽ നമുക്ക് കിട്ടി നല്ലത് നല്ലത്, പക്ഷെ ബാബ പറയുന്നു മക്കളെ, പ്രത്യക്ഷതയുടെ സേവനം നിങ്ങൾ ചെയ്താലേ നല്ലത് എന്ന് പറയാൻ സാധിക്കുള്ളൂ. तो आप एडिशन करो कि एक ही समय पर मनसा वाचा कर्मणा में സ്നേഹി സഹയോഗി ബന്ന. അതുകൊണ്ട് ഒരേ സമയത്ത് മനസ്സിലും വാക്കുകളിലും കർമ്മത്തിലും സ്നേഹികളായിട്ട് മാറൂ പറയുക ബാബ. സഹയോഗികളായിട്ട് നമ്മൾ മാറണം. ഹരേക് സാത്തി ചാഹേ ബ്രാഹ്മൺ ചാഹേ ബാഹർ വാലെ സേവാക്കി നിമിത്ത. ബ്രാഹ്മണരുടെ ലോകത്തിലുള്ള നമ്മുടെ കൂടെയുള്ള BKs ആയിക്കോട്ടെ, നമ്മുടെ വീട്ടിലുള്ളവരായിക്കോട്ടെ, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, സഹयोग और സ്നേഹതേന. സർവർക്കും തൻ്റെ കർമ്മണ സേവനത്തിലൂടെ സഹയോഗം കൊടുക്കൂ, സ്നേഹം കൊടുക്കൂ. അപ്പോഴേ നമ്പർ മുന്നിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഈ ഭാഷ നഹി കേന, ഈ ऐसा किया ना तभी ऐसा करना पड़ा. ഈ ഒരു ഭാഷ നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യരുത് പറയണം ബാബ. ഇവരിങ്ങനെ ചെയ്തില്ലേ, അതുകൊണ്ടാണ് എനിക്ക് അവരോട് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത്. സ്നേഹക്കെ ബജായ് തോടാ തോടാ കേനാ പട. ബാബ പറഞ്ഞ സ്നേഹമൊന്നും എനിക്ക് കൊടുക്കാൻ സാധിച്ചില്ല, കുറച്ചൊക്കെ എനിക്ക് സൗണ്ട് കൂട്ടേണ്ടി വന്നു. ബാബ എന്നുള്ള ശബ്ദം എനിക്ക് പറയാൻ സാധിച്ചില്ല. യേ കർനാ ഹി പടുത്താ ഹേ, കേഹ്നാ ഹി പടുത്താ ഹേ, ദേഖ്നാ ഹി പടുത്താ ഹേ, യേ നഹി. ബാബ എനിക്കിത് കാണേണ്ടി വരും, അല്ലെങ്കിൽ എനിക്കിത് പറയേണ്ടി വരും, എനിക്കിത് ചെയ്യേണ്ടി വരും. ബാബ പറയാ ഇല്ല. ഇത്തനെ വർഷമേ ദേഖ് ലിയ, ബാബ്ദാദാനെ ചുട്ടി ദേ ദി. നിങ്ങൾ കുട്ടികൾ എന്തെല്ലാം ചെയ്തു എന്നുള്ളത് ഞാൻ ഇത്രയും വർഷം കണ്ടു. ബാബ പറയാ ഇത്രയും കാലം നിങ്ങളെ ബാബ കുറച്ചൊക്കെ ലൂസാക്കി. കുട്ടികൾ പോട്ടെ, ശരിയാവും, ആ രീതിയിൽ ബാബ വിട്ടു. ऐसा नहीं वैसा करता रहे लेकिन अभी कब तक. കുട്ടികൾ ചെയ്യട്ടെ പറഞ്ഞു വിട്ടു, പക്ഷെ ബാബ പറയാ എത്ര കാലം ഇനി വിടും. बाप दादा से सभी रूह रुहान में मेजॉरिटी कहते हैं बाबा आखिर भी पर्दा कब खोलेगा. ആത്മീയ സംഭാഷണം നടത്തുമ്പോൾ പല കുട്ടികളും ബാബയോട് ചോദിക്കൂത്രേ, ബാബ അവസാനം കർട്ടൻ എപ്പോഴാണ് തുറക്കുക, കബ് തക്ക് ചലേഗ, ഏതുവരയ്ക്കും ഈ പഴയ ലോകം ഇങ്ങനെ പോവും. तो बाप दादा आपको कहते हैं कि ये पुरानी भाषा, पुरानी चाल, अलबेलापन की, കടുവേപ്പൻ കി കബ് തക്. ബാബ അതാണ് ചോദിക്കുന്നത്. പഴയ ലോകത്തിലേതുപോലുള്ള നമ്മുടെ ഭാഷയും പെരുമാറ്റവും അലസതയും നമ്മളിലുള്ള കയ്പ് നിറഞ്ഞ സ്വഭാവം, കടുപ്പം. ബാബ പറയാ ഈ ഒരു ലൈഫ് സ്റ്റൈൽ ഇതുപോലെ എത്ര കാലം നിങ്ങൾ ഇനിയും പോവും മുന്നോട്ട്. ബാബ്ദാദ കബി ക്വസ്റ്റ്യൻ ഹേ കബ് തക്. ബാബ്ദാദയ്ക്ക് ഇത് ചോദിക്കേണ്ടി വരുന്നു. ഇതുപോലെ തന്നെ ഇനി എത്ര കാലം നിങ്ങൾ മുന്നോട്ട് പോവും. आप उत्तर दो तो बाप दादा भी उत्तर देगा कब तक विनाश होगा. നിങ്ങൾ എപ്പോൾ റെഡിയായിട്ട് മാറുന്നുള്ള ബാബ്ദാദയുടെ ചോദ്യത്തിന് നിങ്ങൾ മറുപടി കൊടുക്കൂ. അപ്പോൾ വിനാശം എപ്പോൾ ഉണ്ടാകും എന്നുള്ളതിൻ്റെ ഉത്തരം ബാബ്ദാദ തരും. ബാബ്ദാദ വിനാശ് കാ പർദാ തോ അബി ബി ഇസ് സെക്കൻഡ് മേ ഖോൽ സക്താ ഹേ. ബാബ്ദാദ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ സെക്കൻഡിൽ തന്നെ മഹാവിനാശത്തിൻ്റെ കർട്ടൻ തുറക്കാൻ പറ്റും. ലേക്കിൻ രാജ്യ കർണേ വാലേ തോ പേലെ തയ്യാർ ഹോ. പക്ഷെ ബാബ്ദാദ എന്തിനാണ് കാത്തിരിക്കുന്നത്? പുതിയ രാജ്യം, ആ രാജ്യത്തിൽ ഭരിക്കാനുള്ള ആത്മാക്കളൊക്കെ റെഡിയാകട്ടെ. തോ അബ്സെ തയ്യാറി കരേങ്കെ തബ് സമാപ്തി സമീപ് ലായെങ്കെ. ആ ലോകത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളെല്ലാം റെഡിയായാലേ എന്ത് സംഭവിക്കുള്ളൂ? സമാപ്തി സമീപത്തേക്ക് വരികയുള്ളൂ. കിസി ബി കംസോറി കി ബാത് മേ കാരൺ നഹി ബതാവോ, നിവാരൺ കരോ. എന്തെങ്കിലും ദുർബലതയും കുറവും നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ബാബ പറയും, മക്കളെ ഇനിയും റീസൺ പറഞ്ഞുകൊണ്ടിരിക്കരുത്. ഇതുകൊണ്ടാണ് ബാബ, അതുകൊണ്ടാണ് ബാബ. കാരണങ്ങളെ നിർത്തൂ, പരിഹാരം കണ്ടുപിടിക്കൂ. ഈ കാരൺ ഥാന ബാബ, ഇതായിരുന്നു കാരണം. ബാബ്ദാദ സാരേ ദിൻ മേ ബച്ചോ കാ കേൽ തോ ദേഖ്താ ഹെ ന. ഫുൾ ഡേ ബാബ തൻ്റെ മക്കളുടെ കളി കാണുന്നുണ്ട്. ബച്ചോ സെ പ്യാർ ബി ഹെ, കളിയും കാണുന്നുണ്ട് ബാബ. പക്ഷെ ബാബയ്ക്ക് അത്രമാത്രം ആത്മാക്കളോട് സ്നേഹമുണ്ട്. ബാർ ബാർ കേൽ ദേഖ്തേ രഹത്തെ. കുട്ടികൾ കളിക്കുന്ന കളിയൊക്കെ ബാബ കാണുന്നുണ്ട്. ബാബ്ദാദയുടെ TV വളരെ വലുതാണ്. ഏക് സമയ പർ വേൾഡ് ദിഖായി ദേ സക്തി ഹെ. ബാബ പറയാ അറ്റ് എ ടൈം ഈ ലോകം മുഴുവൻ എനിക്ക് ആ TV കാണാൻ പറ്റും. ചാരോ ഓർ കെ ബച്ചെ ദിഖായി ദേ സക്തേ.
4 ഭാഗത്തിലുമുള്ള മക്കളെ അറ്റ് എ ടൈം ബാബയ്ക്ക് കാണാൻ സാധിക്കും. അമേരിക്കയിലായിക്കോട്ടെ, ഗുഡ്ഗാവിലായിക്കോട്ടെ, ആരെ വേണമെങ്കിലും ബാബയ്ക്ക് കാണാം. കുട്ടികളുടെ കളികൾ ധാരാളം കണ്ടു. ഠാൽനേക്ക് ഭാഷ ബഹുത് അച്ചി. അതായിരുന്നു ബാബ, ഇതായിരുന്നു ബാബ, മാറ്റി പറയുക. ബാബ പറയുക ഈ ഭാഷയൊക്കെ വളരെ നന്നായിട്ട് യൂസ് ചെയ്യുന്നത് കണ്ടു. കാരണം ഥാന ബാബ, ഇതായിരുന്നു റീസൺ. ബാബ മേരി ഗൽത്തി നഹി, ഇസ്നെ ऐसा किया. ബാബ എൻ്റേതായിരുന്നില്ല മിസ്റ്റേക്ക്, ഞാനല്ല തെറ്റ് ചെയ്തത്, ഇവരാണ് തെറ്റ് ചെയ്തത്. ഉസ്നെ തോ കിയ ലേക്കിൻ ആപ്നെ സമാധാൻ കിയ. ബാബ നമ്മളിങ്ങനെ പരാതിപ്പെട്ടി ബാബയുടെ മുന്നിൽ തുറക്കുമ്പോൾ ബാബ്ദാദ നമ്മളോട് ചോദിക്കുന്നു, കുട്ടികളെ അവർ തെറ്റ് ചെയ്തു, പക്ഷെ നിങ്ങൾ പരിഹാരം കണ്ടുപിടിച്ചോ? कारण को कारण ही बनने दिया या कारण को निवारण में बदले दिया. കാരണത്തെ കാരണമായി തന്നെ നിങ്ങൾ വിട്ടോ, അതോ ആ കാരണത്തിന് പരിഹാരം കണ്ടുപിടിച്ചോ? तो सभी पूछते हैं ना कि बाबा आपकी क्या आशा है. കുട്ടികൾ ചോദിക്കാറുണ്ട്, ബാബ്ദാദ പറയൂ അങ്ങയുടെ ആശ എന്താണ്? ബാബ്ദാദയ്ക്ക് ഏക്ക് ആശ ഹെ. ബാബ്ദാദയ്ക്ക് ഒരേ ഒരു ആശയേ ഉള്ളൂ, നിവാരൺ ദിഖായി ദേവേ കാരൺ ഖത്തം ഹോ ജായേ. പരിഹാരം കണ്ടുപിടിക്കുന്ന മക്കളായിട്ട് മാറണം, കാരണങ്ങളെ ഇല്ലാതാക്കണം. സമസ്യ സമാപ്തമാകട്ടെ, സമാധാനത്തിലേക്ക് വരും. ബാബ ചോദിക്കുന്നു, ഹോ സക്താ ഹെ, സമാധാന സ്വരൂപരായിട്ട് മാറാൻ സാധിക്കുമോ? ഒരിക്കൽ കൂടി ചോദിക്കുകയാണ് ബാബ, ഹോ സക്താ ഹെ, നിങ്ങൾക്ക് സാധിക്കുമോ? ബാബ പറയാ സാധിക്കുമോ, അറ്റ്ലീസ്റ്റ് തലയെങ്കിലും ആട്ടൂ പറയുക ബാബ ശരിയെന്ന് പറഞ്ഞിട്ട്. കൽ അഗർ ടി വി ഖോലേങ്കെ ടി വി മേ ദേखेंगे तो जरूर ना. ബാബയ്ക്ക് ടി വി തുറന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. खुश करना तो आता है बच्चों को क्योंकि बाप दादा देखते हैं. सोचो जो आप कोंटों में कोई में कोई निमित्त बने, अभी इन बच्चों के सिवाय और कौन करेगा. कमाल है हाथ उठाने की. ബാബയെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കൈ ഉയർത്തും, എന്നിട്ട് ബാബയെ സന്തോഷിപ്പിക്കും. ഈ മാജിക് എൻ്റെ മക്കൾക്കറിയാമെന്ന് പറയാണ്. ബാബ പറയാ, നിങ്ങളെ കാണുമ്പോൾ എനിക്ക് സന്തോഷം വരാനുള്ള കാരണം ഇതാണ്. കോടിയിൽ എന്നെ തിരിച്ചറിഞ്ഞ കുറച്ച് മക്കൾ നിങ്ങളാണ്. എൻ്റെ കാര്യത്തിന് നിമിത്തമായത് നിങ്ങൾ കുട്ടികളാണ്. ഞാൻ ആഗ്രഹിക്കുന്ന കാര്യത്തെ നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും പൂർത്തീകരിക്കാനും സാധിക്കില്ല, നിങ്ങൾക്ക് തന്നെ ചെയ്യണം. ബാബ്ദാദയ്ക്ക് നിങ്ങൾ കുട്ടികളിലാണ് പ്രതീക്ഷയുള്ളത്. ജോ ആയെങ്കെ ന വോ തോ ആപ്കി അവസ്ഥ ദേഖ് കർക്കെ ടീക്ക് ഹോ ജായെങ്കെ. ആരെല്ലാം ഇനി വരുന്നോ അവരെല്ലാം നിങ്ങൾ കുട്ടികളുടെ അവസ്ഥ കണ്ടിട്ട് ശരിയാകും. ഉനോക്കോ മെഹനത്ത് നഹി കർണി പടേഗി. അങ്ങനെയുള്ളൊരു സ്റ്റേജിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഇനി വരുന്ന ആത്മാക്കൾക്ക് പരിശ്രമിക്കേണ്ടി വരില്ല. ആ ബൻ ജാവോ ബസ്, നിങ്ങൾ ആയിത്തീരൂ പറയാണ് ബാബ, സ്വരൂപമായിട്ട് മാറൂ. ക്യോക്കി ആപ്പ് സബീനെ ജന്മ ലേത്തെ ഹി ബാപ് സെ വായദ കിയ. കാരണം ബ്രാഹ്മണനായിട്ട് ജന്മം എടുത്തപ്പോൾ തന്നെ നമ്മൾ ബാബയ്ക്ക് പ്രോമിസ് കൊടുത്തിരുന്നു, साथ रहेंगे, साथी बनेंगे और साथ चलेंगे और ब्रह्मा बाबा के साथ राज्य में भी आएंगे. ബാബ ജീവിക്കുന്നുവെങ്കിൽ അങ്ങയോടൊപ്പം, കൂട്ടുകാരനാക്കി മാറ്റുന്നുവെങ്കിൽ അങ്ങയെ മാത്രം, നടക്കുമ്പോഴും അങ്ങയോടൊപ്പം, ഇനി ബ്രഹ്മാ ബാബയോടൊപ്പം പുതിയ രാജ്യത്തിൽ ഞാൻ രാജ്യം ഭരിക്കും. ഈ പ്രതിജ്ഞ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? जब साथ रहेंगे साथ चलेंगे तो साथ में सेवा के साथी भी तो हो ना. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും രാജ്യം ഭരിക്കുമ്പോഴും എല്ലാം കൂടെ ഉണ്ടെങ്കിൽ ബാബ പറയുക, ഈ സമയത്ത് ഞാൻ വിശ്വസേവനം ചെയ്യുന്ന സമയത്ത് ഇപ്പോഴും എൻ്റെ കൂട്ടുകാരായിട്ട് നിങ്ങൾക്ക് കൂടെ നിൽക്കേണ്ടി വരും എന്ന് പറയണം ബാബ്ദാദ. തോ അബി ക്യാ കരേങ്കെ. ബാബ ചോദിക്കുന്നു, മക്കളെ ഇപ്പോൾ എന്ത് ചെയ്യും? കൈയെല്ലാം നന്നായിട്ട് ഉയർത്തുന്നുണ്ട്. ബാബ്ദാദ സന്തോഷിക്കുന്നുമുണ്ട്. മദദ് മിൽ ജായേഗി. ബാബ പറയാ, നിങ്ങൾക്ക് തീർച്ചയായും സഹായം കിട്ടും. ആപ്കോ ബന്ന ഹി പടേഗ. ബാബ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾക്ക് ആയിത്തീരണം. ആപ് സോച്ച്തേ ഹോ നാ ഹം ഹി കൽപ്പ് പെഹലെ ബി തേ അബി ബി ഹെ और हर കൽപ്പ് ഹമേ ഹി ബന്ന ഹെ. യേ തോ പക്കാ ഹെ നാ. നിങ്ങൾ കുട്ടികൾ ഇത് ചിന്തിക്കാറുണ്ട്. കൽപ്പം മുമ്പും നമ്മൾ ആയവരാണ്, ഇപ്പോഴും ആകും, ഇനി എല്ലാ കൽപ്പത്തിലും നമ്മൾ തന്നെയാണ് ആവുക. ഇതിൽ ഉറപ്പുണ്ടോ ചോദിക്കുക ബാബ. 2 साल बनेंगे, तीसरे साल खिसक जाएंगे, ऐसा तो नहीं होगा.
तो സദാ യാദ് രഖോ ഹം ഹി നിമിത്ത് ഹൈ. ഒരു വർഷം ചെയ്തു, 2 വർഷം ചെയ്തു, അത് കഴിഞ്ഞ് സ്റ്റോപ്പ്. ബാബ പറയുക അങ്ങനെയല്ല, സദാ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം, നമ്മൾ നിമിത്താത്മാക്കളാണ്. കോടിയിൽ ചിലർ, ആ ചിലരിലും ചിലർ, ആ ഗ്രൂപ്പിലാണ് ഞാൻ വരിക. കോൺടോ മേ കോയി തോ ആയെങ്കെ ലേക്കിൻ ആപ് കോയി മേ ബി കോയി ഹോ. കോടിയിൽ ചിലർ, അതിൽ ധാരാളം ആത്മാക്കൾ വരും. പക്ഷെ ബാബ പറയുക നിങ്ങൾ കോടിയിൽ ചിലർ, ആ ചിലരിലും ചിലർ, ആ ഗ്രൂപ്പിലേക്ക് വരണം. ഇന്ന് സ്നേഹത്തിൻ്റെ ദിനമാണ്. സ്നേഹമേ കുച്ച് ഭി കർണ മുഷ്കിൽ നഹി ഹോത്ത. സ്നേഹം എവിടെയാണോ ഉള്ളത് അവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ നമ്മൾ തയ്യാറാകും, ബുദ്ധിമുട്ടുണ്ടാകില്ല. ഇസ്ലിയെ ബാപ് ദാദ ആജ് ഹി സബീകോ യാദ് ദിലാ രഹേ ഹെ. അതുകൊണ്ട് ബാപ് ദാദ എല്ലാ കുട്ടികൾക്കും സ്മൃതി ഉണർത്തി തരികയാണ്. ബ്രഹ്മ ബാബയോട് മക്കൾക്ക് എത്രയധികം സ്നേഹമായിരുന്നു. യേ ദേഖ് കർക്കെ ശിവ് ബാബാക്കോ ബഹുത് ഖുഷി ഹോത്തി ഹെ. ബ്രഹ്മ ബാബയോടുള്ള നമ്മുടെ സ്നേഹം കണ്ട് ശിവ് ബാബ പോലും വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. ചാരോ ഓർ ദേഖ, चाहे सप्ताह का स्टूडेंट है, चाहे इतने साल वाला, आज के दिन प्यार में समाया हुआ. ബാബയുടെ ജ്ഞാനം കേട്ടിട്ട് ഒരാഴ്ചയായിട്ടുണ്ടാവുള്ളൂ, ചിലപ്പോൾ 70 വർഷത്തെ ബാബയുടെ കുട്ടിയായിരിക്കാം. പക്ഷെ ബാബ കണ്ടത് എല്ലാവരും ജനുവരി 18 സ്മൃതി ദിവസത്തിൽ ബാബയുടെ സ്നേഹത്തിൽ ലയിച്ചിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ശിവ് ബാപ്പ് ഭി ബ്രഹ്മ ബാപ് സെ ബച്ചോ കാ പ്യാർ ദേക്കർക്കെ ഹർഷിത് ഹോത്തെ ഹെ. ബ്രഹ്മ ബാബയോടുള്ള മക്കളുടെ സ്നേഹം കണ്ടിട്ട് ശിവ് ബാബ പോലും ഹർഷിതമാണ്. ആജ് കെ ദിൻ കാ ഓർ സമാചാർ സുനായേ. ഇന്നത്തെ ദിവസത്തെ മറ്റു വാർത്ത കേൾപ്പിക്കട്ടെ ചോദിക്കുകയാണ് ബാബ. ആജ് കെ ദിൻ അഡ്വാൻസ് പാർട്ടി ബി എമർജ് ഹോത്തി ഹെ. ഈ ദിവസം അഡ്വാൻസ് പാർട്ടിയിലുള്ള ആത്മാക്കളും വിശ്വത്തിൻ്റെ മഹാപരിവർത്തനത്തിനും സ്ഥാപനയ്ക്കും വേണ്ടി ആരെയെല്ലാം ബാബ യൂസ് ചെയ്യുന്നുണ്ടോ ആ വിശേഷ ആത്മാക്കൾ, അവരുടെ ഗ്രൂപ്പിനെയാണ് ബാബ അഡ്വാൻസ് പാർട്ടി എന്ന് പറയുന്നത്. അന്തിമ ജന്മം, ബ്രാഹ്മണ ജന്മം അത് പൂർത്തിയാക്കി. പക്ഷേ നവയുഗം വരുന്നത് വരയ്ക്കും ബാബയുടെ സേവാർത്ഥം അവർ ജന്മമെടുത്ത് ഭൂമിയിൽ ബാബയുടെ സേവനം ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള ആത്മാക്കൾ ബാബ പറയും അഡ്വാൻസ് പാർട്ടിയിലുള്ള കുട്ടികളും എമർജ് ആകുന്ന ദിവസമാണ്. എഡ്വാൻസ് പാർട്ടി भी आपको याद कर रही है कि कब बाप के साथ मुक्तिधाम का दरवाजा खोलेंगे. അഡ്വാൻസ് പാർട്ടിയിലുള്ള ആത്മാക്കളും നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ബാബയോടൊപ്പം മുക്തിധാമത്തിൻ്റെ ഗേറ്റ് എപ്പോഴാണ് നമുക്ക് തുറക്കാൻ സാധിക്കുക? ആജ് സാരി അഡ്വാൻസ് പാർട്ടി ബാപ് ദാദാ കോ യഹി കഹ രഹി തി കി ഹംകോ താരീഖ് ബതാओ. ഇന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച ഇതായിരുന്നു. അഡ്വാൻസ് പാർട്ടിയിലുള്ള ആത്മാക്കളും ബാപ് ദാദയോട് ഡേറ്റ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാബ ചോദിക്കുന്നു എന്തുത്തരം കൊടുക്കണം? നിങ്ങൾ തന്നെ പറയൂ, എന്തുത്തരം കൊടുക്കണം? ജവാബ് ദേനെ മേ കോൺ ഹോഷിയാർ ഹെ. ഉത്തരം തരുന്നതിൽ ആരാണ് ബുദ്ധിശാലി? ബാപ് ദാദാ തോ യഹി ഉത്തർ ദേത്തെ ഹെ കി ജൽദ് സെ ജൽദ് ഹോ ഹി ജായേഗ. ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ബാബ കൊടുക്കുന്ന റിപ്ലൈ ഇതാണ്, വേഗം നടക്കും. ലേക്കിൻ ഇസ്മേ ആപ് ബച്ചോ കാ ബാപ് കോ സഹयोग चाहिए. പക്ഷേ മുക്തിധാമത്തിൻ്റെ ഗേറ്റ് തുറക്കുന്ന കാര്യത്തിൽ ബാബ പറയാ നിങ്ങൾ കുട്ടികളുടെ സഹയോഗം എനിക്ക് വേണം. നിങ്ങളെല്ലാവരും എന്നോടൊപ്പം വരില്ലേ തിരിച്ച്? ഒപ്പം വരുന്നവരാണോ അതോ തടഞ്ഞു നിന്ന് തടസ്സത്തിലൊക്കെ പെട്ടിട്ട് എപ്പോഴെങ്കിലും എത്തിച്ചേരുന്നവരാണോ? കൂടെ വരുന്നവരല്ലേ? എൻ്റെ കൂടെ വരാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ? എൻ്റെ കൂടെ വരണമെങ്കിൽ നിങ്ങൾക്ക് സമാനമായി മാറേണ്ടി വരും. എൻ്റെ കൂടെ വരണമെങ്കിൽ സമാനമായിട്ട് മാറണം. കഹാവത് ക്യാ ഹെ, ഹാത്ത് മേ ഹാത്ത് ഹോ സാത്ത് മേ സാത്ത് ഹോ. പറഞ്ഞിട്ടില്ലേ, കൈകളിൽ കൈ കൊടുത്തു, ആ കൂട്ടുകെട്ടിൽ കൂടിച്ചേർന്നു. ബാബ പറയാ കയ്യിൽ കൈ, അർത്ഥം സമാനമായിട്ട് മാറണം. ബാപ് സമാൻ. ദാദിമാർ പറയൂ, റെഡിയാണോ? ദാദിമാർ കൈ ഉയർത്തു. മധുബൻ മേ ജോ ബി ചാർജ് കെ ഹെഡ്സ് ഹെ. മധുബനിൽ എത്ര ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടോ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഹെഡ്സ്, ശാന്തിവൻ ആയിക്കോട്ടെ, ഗ്യാൻ സരോവർ ആയിക്കോട്ടെ, പാണ്ഡവ് ഭവൻ ആയിക്കോട്ടെ, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഇൻചാർജ്മാർ, പിന്നെ ഓരോ സേവാ കേന്ദ്രങ്ങളുടെയും ഇൻചാർജ്മാർ, ഓരോ സോണിൻ്റെയും ഇൻചാർജ്മാർ, എല്ലാ ഗ്രൂപ്പ്സിനോടും ബാബ ചോദിക്കും, ആപ് ലോഗോ കെ പാസ് നെഹി സുന്നെ ആത്തെ.
ആപ്കെ ഭി തോ ഭക്ത് ഹോംഗെ. ദുഃഖിതരും അശാന്തരുമായ ആത്മാക്കളുടെ നിലവിളി കേൾക്കുന്നുണ്ടോ ചോദിക്കുകയാണ് ബാബ. നിങ്ങൾ കുട്ടികളുടെ അടുത്ത് ആ ശബ്ദം വരുന്നുണ്ടോ? കാരണം നിങ്ങളുടെയും ഭക്തരല്ലേ അവർ. ഭക്തോ കി പുകാർ ആപ് ഇഷ്ട ദേവോ കോ നഹി ആത്തി. ഭക്തരുടെ നിലവിളി നിങ്ങൾ കുട്ടികളുടെ അടുത്ത് എത്തുന്നില്ലേ? ടീച്ചേഴ്സ് കോ ഭക്തോ കി ആവാസ് സുനായി ദേത്തി ഹെ. ബാബ ചോദിക്കുക, ഭക്തരുടെ നിലവിളിയും കരച്ചിലും ഇതൊന്നും നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നില്ലേ? ആ സമയത്ത് മഹാരാഷ്ട്ര, സോണും, ബോംബെ, ആന്ധ്രാപ്രദേശിലെ സേവാധാരികളും ബാബ്ദാദയുടെ മുന്നിലുണ്ടായിരുന്നു. അതുപോലെ ഡബിൾ വിദേശി മക്കളും ബാബ്ദാദയുടെ അടുത്തുണ്ടായിരുന്നു. പിന്നെ ഇന്ത്യൻ യൂത്ത് ഗ്രൂപ്പിൻ്റെ പ്രോഗ്രാം മധുബനിൽ നടക്കുകയായിരുന്നു. അവരോടും ബാബ സംസാരിച്ചു. आजकल बाप दादा देख रहे हैं, सब बहुत खुशी खुशी से दूर बैठे भी नज़दीक में അനുഭവ करते. ബാബ്ദാദ കണ്ട കാഴ്ച ഇതായിരുന്നു. വളരെ സന്തോഷത്തോടുകൂടി ദൂര സ്ഥലങ്ങളിൽ ഇരിക്കുമ്പോഴും ബാബയുടെ അടുത്തിരിക്കുന്ന അനുഭവം കുട്ടികൾ ചെയ്യുന്നുണ്ട്. ലേക്കിൻ മധുബൻ മേ സന്മുഖാന അപ്നി ഝോലി ഭർന ഇത്നെ ബഡേ പരിവാർ സെ മിൽന യേ പരിവാർ കം നഹി ഹെ. എത്രയൊക്കെ ദൂരെ ഇരുന്ന് ബാബയെ കണ്ടാലും ബാബ പറയുക, മക്കളെ മധുബൻ ഭൂമിയിൽ വരിക, ബാബയുടെ സന്മുഖത്തിലിരിക്കുക, തൻ്റെ ബുദ്ധിയുടെ സെഞ്ചി ഡയറക്റ്റ് ബാബയുടെ ജ്ഞാനരത്നങ്ങളിലൂടെ നിറയ്ക്കുക, ഇത്രയും വലിയ പരിവാരത്തിൻ്റെ കൂടിക്കാഴ്ച നടത്തുക. ബാബ പറയുക, മധുബനിൽ വന്ന് കാണുന്ന സമയത്തുള്ള പരിവാരത്തിൻ്റെ സുഖമുണ്ടല്ലോ, അത് ചെറുതല്ല. കിസി ഭി രീതി സെ ദേഖ് ലിയ ലേക്കിൻ സന്മുഖ പരിവാർ കോ ദേഖ് കിത്നി ഖുഷി ഹോത്തി ഹെ. ദൂര സ്ഥലങ്ങളിൽ ഇരുന്നിട്ടൊക്കെ ബാബയുടെ പരിവാരം, മധുബനിലെ മിലനം ഇതെല്ലാം നിങ്ങൾ കാണുന്നുണ്ടാകും. പക്ഷേ സന്മുഖത്ത് മധുബനിൽ വന്നിട്ട് പരിവാരത്തെ കാണുമ്പോൾ വളരെയധികം സന്തോഷം ഉണ്ടാകും. ക്യോക്കി 5000 വർഷ കെ ബാദ് മിലേ ഹെ. കാരണം 5000 വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനൊരു മിലനം നടക്കുന്നത്. तो वो अनुभव अपना है, लेकिन मधुबन निवासी बनना ये गोल्डन चांस बहुत सहयोग देता है. നിങ്ങൾ എല്ലാവരും ബാബയുടെ മക്കളാണ്. പക്ഷെ മധുബൻ നിവാസികളുടെ ജീവിതം ഗോൾഡൻ ചാൻസ് ഉള്ളതാണ്. അനുഭവ് ബി കർത്തേ ഹെ സബി. തൻ്റെ ഭാഗ്യത്തിൻ്റെ അനുഭവം എല്ലാവരും ചെയ്യുന്നില്ലേ? ബാബ്ദാദ ഖുഷ് ഹെ കി സബി കോ മുരളി സെ പ്യാർ ഹെ. ബാബ്ദാദ വളരെയധികം സന്തോഷിക്കുന്നു, കാരണം നിങ്ങൾ കുട്ടികൾക്ക് ബാബയുടെ മുരളിയോട് വളരെ സ്നേഹമുണ്ട്. और മുരളി സെ പ്യാർ അർത്ഥാത് മുരളീധർ സെ പ്യാർ. മുരളിയോട് നിങ്ങൾക്ക് സ്നേഹമുണ്ട്, അർത്ഥം മുരളീധരനോട് സ്നേഹമുണ്ട്. कोई कहे മുരളീധർ സെ തോ പ്യാർ ഹെ, ലേക്കിൻ മുരളി കബി കബി സുൻ ലേത്തെ ഹെ. ചില കുട്ടികളുണ്ട്, അവർ ബാബയോട് പറയും, ബാബ എനിക്ക് മുരളീധരനായ അങ്ങയോട് വളരെ സ്നേഹമുണ്ട്. പക്ഷെ ബാബ പറയും, ഇത് പറയുകയും ചെയ്യും, എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് മാത്രമേ എൻ്റെ മുരളി അവർ കേൾക്കാറുള്ളൂ. ബാബ് ദാദാ കെത്തെ ഹെ ബാബ് ദാദാ ഉസ്കാ പ്യാർ പ്യാർ നഹി സമജ്തേ. ഈശ്വരീയ മഹാവാക്യങ്ങളോട് സ്നേഹമില്ലാത്തൊരു കുട്ടി എനിക്ക് ബാബയെ ഇഷ്ടമാണ് അല്ലെങ്കിൽ ബാബയോട് സ്നേഹമുണ്ടെന്ന് പറഞ്ഞാൽ, ഇന്ന് ബാബ്ദാദ പറയുകയാണ്, ബാബ്ദാദ ആ സ്നേഹത്തെ ഒരിക്കലും സ്നേഹമാണെന്ന് മനസ്സിലാക്കില്ല. പ്യാർ നിഭാന അലഗ് ഹെ, പ്യാർ കർണ അലഗ് ഹെ. സ്നേഹിക്കുന്നത് വേറൊരു സബ്ജക്റ്റാണ്, അതുപോലെ ആ സ്നേഹത്തെ നിറവേറ്റിക്കൊണ്ടുപോകുന്നത് വേറൊരു സബ്ജക്റ്റാണ്. ജിസ്കോ മുരളി സെ പ്യാർ ഹെ വോ ഹെ പ്യാർ നിഭാനെ വാലെ. ബാബയുടെ മഹാവാക്യങ്ങളെ ആര് സ്നേഹിക്കുന്നുണ്ടോ ആ കുട്ടികളെയാണ് ബാബ സ്നേഹം നിലനിർത്തുന്ന മക്കളെന്ന് പറയുന്നത്. और मुरली से प्यार नहीं तो प्यार करने वाले की लिस्ट में है, निभाने वाले नहीं. മുരളിയോട് നിങ്ങൾക്ക് സ്നേഹമില്ലെങ്കിൽ സ്നേഹികളായ മക്കളുടെ ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടാകും, പക്ഷെ സ്നേഹത്തെ നിലനിർത്തുന്നവരുടെ ലിസ്റ്റിൽ പേരുണ്ടാകില്ല. മധുബൻ മേ മുരളി ബാജെ മധുബൻ കാ ഗായൻ ഹെ. ബാബ പറയാ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മധുബനിലാണ് മുരളി വായിച്ചത്. മധുബൻ്റെ തന്നെയാണ് മഹിമയുള്ളത്. മധുബൻ കി ധർണി കാഹി മഹത്വ ഹെ. ഏറ്റവും കൂടുതൽ മഹത്വമുള്ളതും മധുബൻ ഭൂമിക്കാണ്. ഇന്ന് വദനത്തിൽ അഡ്വാൻസ് പാർട്ടിയിലുള്ള മക്കളുണ്ടായിരുന്നു. ഉനേ ബി एक एक ने यही कहा है कि हमारी तरफ से भी सभी को चार और के बच्चों को हमारी याद प्यार देना. എന്നും ബാബ്ദാദ നമ്മളോട് ഓർമ്മയും സ്നേഹവും നൽകാറുണ്ട്. പക്ഷെ ബാബ്ദാദ ഇന്ന് പറയുകയാണ്, അഡ്വാൻസ് പാർട്ടിയിലുള്ള ഓരോ കുട്ടികളും
നിങ്ങൾ ഓരോരുത്തർക്കും 4 ഭാഗത്തിലെയും മക്കൾക്ക് അവരുടെ ഓർമ്മയും സ്നേഹവും സമർപ്പിച്ചിട്ടുണ്ട്. और हमारा സന്ദേശ് ദേന, അഡ്വാൻസ് പാർട്ടിയിലുള്ളവർ നിങ്ങൾക്ക് നൽകാൻ ഒരു സന്ദേശവും തന്നിട്ടുണ്ട് പറയാണ് ബാബ്ദാദ. ഹം ആപ്ക ഇന്തിസാർ കർ രഹേ ഹെ. അഡ്വാൻസ് പാർട്ടിയിലുള്ളവർ നമുക്ക് വേണ്ടി ബാബയുടെ അടുത്ത് കൊടുത്ത സന്ദേശം ഇതാണ്: ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ആപ് ജൽദി സേ ജൽദി തയ്യാർ ഹോ ജാവോ. എത്ര പെട്ടെന്ന് സാധിക്കുമോ മടക്ക് യാത്രയ്ക്ക് വേണ്ടി തയ്യാറാകൂ. വിശേഷ് ആപ് സബ്കി പ്യാരി മാँ दीदी, भाऊ, विश्व किशोर और जो भी साथी गए हैं उन्होंने सभी ने आप सबको याद प्यार दिया. നിങ്ങളുടെ സ്നേഹിയായ അമ്മ, മമ്മ, ദീദി മൻമോഹിനി ജി, വിശ്വ കിഷോർ ഭാവു, അങ്ങനെ ആരെല്ലാം അഡ്വാൻസ് പാർട്ടിയിൽ പോയ മഹാരഥികളുണ്ടോ, ആദിരത്നങ്ങളുണ്ടോ, ബാബ്ദാദ പറയുന്നു ആ സർവ്വ ആത്മാക്കളുടെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് ഓർമ്മയും സ്നേഹവും സമർപ്പിക്കുകയാണ്. और साथ साथ आप सबकी मीठी माँ ने भी यही कहा. ബാബ്ദാദ കൂട്ടിച്ചേർക്കുകയാണ്, നിങ്ങളുടെ മധുരമായ അമ്മ, മമ്മ ഇത് നിങ്ങളോട് പറയാൻ അറിയിച്ചിട്ടുണ്ട്. അഭി വിജയ് ബൻ ദുഃഖ ദർദ് ദൂർ കർ, ജൽദി ജൽദി മുക്തി ധാം കാ ഗേറ്റ് खोलने के लिए ബാപ് കെ സാത്തി ബൻ ജാവോ. മമ്മ നമുക്ക് വേണ്ടി നൽകിയിരിക്കുന്ന മെസ്സേജ് ഇതാണ്: വിജയികളായിട്ട് മാറൂ, ദുഃഖത്തിൽ നിന്നും വേദനയിൽ നിന്നും മുക്തരാകൂ, അതിവേഗത്തിൽ മുക്തിധാമത്തിൻ്റെ ഗേറ്റ് തുറക്കാൻ ബാബയുടെ സഹായികളാകൂ. ബ്രഹ്മ ബാബा ने जिन्होंने साकार में बाप को नहीं देखा है तो ब्रह्मा बाप भी विशेष आप सभी को बहुत दिल से याद प्यार दे रहे हैं. ബ്രഹ്മ ബാബ, സാകാര ബാബ, നിങ്ങൾ സാകാരത്തിൽ ബാബയെ കണ്ടിട്ടില്ലെങ്കിലും ഇന്ന് വിശേഷിച്ചും ബ്രഹ്മ ബാബ തൻ്റെ ഹൃദയത്തിൽ നിന്നും വളരെയധികം ഓർമ്മയും സ്നേഹവും ഓരോ മക്കൾക്കും സമർപ്പിക്കുകയാണ്. തോ യാദ് പ്യാർ ഓർ നമസ്തേ. എല്ലാ മക്കൾക്കും ഓർമ്മയും സ്നേഹവും നമസ്കാരവും. തോ ചാരോ ഓർ കെ സ്നേഹി ബച്ചോം കോ. അതിനാൽ 4 ഭാഗത്തിലെയും സ്നേഹികളായ മക്കൾക്ക്, ലവ്ലി ഓർ ലവ്ലീൻ ദോനോ ബച്ചോ കോ, സ്നേഹികളും സ്നേഹത്തിൽ ലയിച്ചു ജീവിക്കുന്ന മക്കൾക്ക്, സദാ ബാപ് കെ ശ്രീമത് പ്രമാൺ ഹർ കദം മേ പദം ജമാ കർനെ വാലെ നോളേജ്ഫുൾ പവർഫുൾ ബച്ചോം കോ, സദാ ബാബയുടെ ശ്രീമത്തിലൂടെ ഓരോ ചുവടിലും കോടികളുടെ സമ്പാദ്യം ഉണ്ടാക്കുന്ന ജ്ഞാനത്താലും ശക്തിയാലും സമ്പന്നരായ മക്കൾക്ക്, സദാ സ്നേഹി ബി ഓർ സ്വമാൻദാരി ബി, സദാ സ്നേഹികളായിട്ടിരിക്കണം, ബാബ തന്ന സ്വമാനത്തിൻ്റെ സീറ്റിൽ ഇരിക്കൂ. സമ്മാൻധാരി ബി, ആദരവിൻ്റെ സീറ്റിൽ ഇരിക്കൂ. ऐसे സദാ ബാപ് കി ശ്രീമത് കോ പാലൻ കർനെ വാലെ വിജയി ബച്ചോം കോ. ഇതുപോലെ സദാ ബാബയുടെ ശ്രീമത്തിനെ പാലിച്ചുകൊണ്ട് ജയിക്കുന്ന മക്കൾക്ക്, സദാ ബാപ് കെ ഹർ കദം പർ ഹർ കദം ഉഠാനെ വാലെ സഹജയോഗി ബച്ചോം കോ, സദാ ഓരോ ചുവടിലും ബാബയുടെ ആജ്ഞയിലൂടെ നടന്ന് സഹജ യോഗികളായി മാറുന്ന മക്കൾക്ക് ബാബ് ദാദാ കാ യാദ് പ്യാർ ഓർ നമസ്തേ. ബാബ് ദാദയുടെ ഓർമ്മയും സ്നേഹവും നമസ്കാരവും. ബാബ് ദാദയ്ക്കും അതുപോലെ അഡ്വാൻസ് പാർട്ടിയിൽ നിന്ന് നമ്മുടെ സ്നേഹിയായ മമ്മ, അതുപോലെ ദീദി, വിശ്വ കിഷോർ ഭാവു, ആദിരത്നങ്ങൾ ആരെല്ലാം നമുക്ക് ഓർമ്മയും സ്നേഹവും സമർപ്പിച്ചോ സർവർക്കും ഓർമ്മയും സ്നേഹവും നമസ്കാരവും. ഓം ശാന്തി.